വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് ഇതാ ചൂരക്കോട്ടുകാവ് ഇങ്ങനെ വരികയാണ്. അതൊരു പൂരം തന്നെയാണ്. മറ്റേ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഒപ്പം നിൽക്കുന്ന വിധത്തിലുള്ള ഒരു പൂരമായിട്ടാണ് ഇങ്ങനെ കൊട്ടിക്കയറി വരുന്നത്. തീർച്ചയായിട്ടും തിരുവമ്പാടിയും പാറമേക്കാവും കഴിഞ്ഞ് കൂടുതൽ ആനയുള്ള പൂരമാണ് ചൂരക്കോട്ടുകാവ് ഭഗവതിയുടെ പൂരം. അതാണിപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപുറകിൽ നോക്കുമ്പോൾ അതോട്ടാ അയ്യന്തോളുണ്ട്. അതിന്റെ പുറകിൽ നെയ്തലക്കാവ്, ആ വശത്ത് ചെമ്പുക്കാവ് വന്നു, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വന്നു. അതിന്റെ ഒരു ഓളം ഇപ്പോൾ ഈ പൂരനഗരിയിൽ കാര്യമായിട്ടുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭഗവതിമാരുടെ പൂരമൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇനി മണ്ണിട്ടാ താഴെ വീഴാത്ത രീതിയിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു. എനിക്ക് തോന്നുന്നു ബിജു, ക്യാമറ ഈ ആളുകളിലേക്ക് കോടാമെന്ന് തോന്നുന്നു. ഈ വലിയൊരു ജനസഞ്ചയം ശ്രീമൂലസ്ഥാനത്തിന് താഴെ നമ്മളൊക്കെ മുഴുവൻ ആളുകളെയും, അതിനൊക്കെ അപ്പുറത്ത് ഈ ദാഹജലം കുടിക്കാൻ എത്തുന്ന ആളുകൾ ഒരു വശത്തുണ്ട്, കൊടും ചൂട് അതിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. പക്ഷേ പല അടരുകളായി ഇതാ നമുക്ക് കാണാം ചൂരക്കോട്ടുകാവ്, അതിന് പിന്നിൽ അയ്യന്തോള്, വരാനിരിക്കുന്ന നെയ്തലക്കാവ്, ഓരോരുത്തരായി വലിയ മേളങ്ങളോടെ ഓരോ ദേശക്കാരും ഇരമ്പി എഴുന്നള്ളുന്ന ആ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പോൾ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് പടിഞ്ഞാട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. ഈ ഒരു കാഴ്ച ഒരൊറ്റ പൂരത്തിന് മാത്രം കിട്ടുന്നത്, തൃശ്ശൂർ പൂരത്തിന് മാത്രം അനുഭവപ്പെടുത്താൻ കഴിയുന്നത്. മറ്റൊരു ലോകത്തൊരിടത്തും ഇതുപോലെ പല അടരുകളായി പൂരം വന്ന് വിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവില്ല. പടിഞ്ഞാട്ടുപോയ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് എത്തി, ഇറക്കി പൂജ തുടങ്ങി. തലക്കെട്ടെടുക്കണം. ഇനി തലക്കെട്ട് കെട്ടിച്ചാൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് തുടങ്ങി കോങ്ങാട് മധുവച്ചാൽ ഇനിയിപ്പോ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. മാതിരി തിരക്കായിരിക്കും അവിടെ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇറക്കി പൂജ കഴിഞ്ഞു. അതിനുശേഷം അതിനൊരു ഐതിഹ്യമുണ്ട് മതോട്ടാ. പലതവണ പറഞ്ഞതാണ്, തൃശ്ശൂക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിയുണ്ടാവും. അതായത് തിരുവമ്പാടിക്ക് തലക്കെട്ടുകൾ, സ്വർണ്ണ തലക്കെട്ടില്ലാത്തപ്പോൾ അതിന് കൊടുത്തത്, അതിനുള്ള വഴി കണ്ടത് ബ്രഹ്മസുമണം സ്വാമിയാരാണ്. അതിനൊരു കണ്ടീഷനാണ് അദ്ദേഹം വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മഠത്തിൽ വന്ന് തലക്കെട്ട് കൊണ്ടുപോകണം, വേഗം തിരിച്ചു തരണം. ശക്തനപുരാൻ അന്ന് പറഞ്ഞു അത് നന്നായി, ഇത്രയും വിലപിടിപ്പുള്ള തലക്കെട്ടൊന്നും അധിക സമയത്തേക്ക് മാറ്റി നിർത്തേണ്ടത് ഗുണമല്ല എന്ന് പറഞ്ഞു. എന്തായാലും ആ തലക്കെട്ട് വാങ്ങാനുള്ള യാത്ര പക്ഷേ അതിമനോഹരമായ പഞ്ചവാദ്യത്തിന്റെ അരങ്ങായി മാറുകയാണ്. പഞ്ചവാദ്യത്തിന് ഏതാണ്ട് 100 വർഷത്തിനപ്പുറത്ത് നിന്ന് തിരുവില്ലാമലയിൽ വെങ്കിസ്വാമിയുടെ മുന്നിൽ നിന്ന് കൊട്ടിപ്പടിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നത് ഇതാ ഈ മഠത്തിൽ വരവിന് നമുക്ക് കേൾക്കാൻ പാകത്തിനാണ്, കാണാൻ പാകത്തിനാണ്. അരയാലിലകൾ പോലും പഞ്ചവാദ്യത്തിനൊപ്പം താളം പിടിക്കുന്ന അസുലഭമായ കാഴ്ച മഠത്തിൽ വരവ് തുടങ്ങുകയാണ്. ബിജു, അതിനപ്പുറത്ത് ക്യാമറ പിന്തിരിഞ്ഞാൽ കാണാം വലിയ അടരായി പൂരങ്ങൾ. അത് മറ്റൊരിടത്തും കാണാനാവാത്ത കാഴ്ച. 14 ആനകളുമായി ചൂരക്കോട്ടുകാവ്, അതിനു പുറകിലായി ഈ ചൂരക്കോട്ടുകാവ് വടക്കുന്നാഥനിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന് പുറകിലായി അയ്യന്തോളെത്തുന്നു. അതിനും പിന്നാലെ നെയ്തലക്കാവെത്തുന്നു. അത് തീരുമ്പോഴേക്കും ഇവിടെ ഈ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് ഇലഞ്ഞിത്തറയിലേക്ക് കടക്കാനുള്ള, ഇലഞ്ഞിത്തറയിലേക്ക് മാറാനുള്ള ആ ഒരു നേരമാവും. ഉച്ച കഴിയുകയാണ്. പിന്നെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ കൊട്ടിക്കയറുമ്പോൾ ലോകത്തൊരിടത്ത് മാത്രം അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പാണ്ടിമേളം കൊട്ടുന്ന ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് എത്തുകയാണ്. ആ ഇലഞ്ഞിത്തറ മേളം കൂടി കഴിയുമ്പോഴേക്കും കുടമാറ്റമായി. ആ ആവേശങ്ങൾ ഓരോന്നായി എല്ലാ ഇടവഴികളും ഇതാ തേക്കിൻകാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വഴികളും ഈ പൂര മൈതാനിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രീധരൻ.